അങ്ങനെ സാബുവിനെ കണ്ട് ഞെട്ടിത്തരിച്ച് അടപ്പിളവി വീട്ടുകാർ നിൽക്കുകയാണ്. സാബു ആരെ ലക്ഷ്യം വെച്ചാണ് വന്നത്? ചലഞ്ചേഴ്സ് അല്ലേ, ഗസ്റ്റ് ആണോ സാബു? സാബുവിനെ കണ്ട് വീട്ടുകാർ ഫുള്ള് ചിരിയും കളിയാണ്. ഇത് ചലഞ്ചർ ഒന്നും ആണെന്നുള്ള ലക്ഷണം തോന്നുന്നില്ല. സംഭവം പ്രൊമോ വന്നിരിക്കുകയാണ് സാബുവിനെ കാണിച്ചുകൊണ്ട്. തൊപ്പിയൊക്കെ വെച്ച് സാബു അങ്ങനെ കയറി വരുന്നു, തോളൊരു ഷർട്ടൊക്കെ മടക്കി ഇട്ടുകൊണ്ട്. എന്താണ് പ്രൊമോ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അങ്ങനെ BB ഹോട്ടൽ ഡേ 1 ശ്രീരേഖ ടാസ്ക് വായിക്കുന്നു. അതിഥികൾ ഏത് നിമിഷവും എത്തും. അവരെ പ്രൗഢഗംഭീരമായ രീതിയിൽ, മികച്ച രീതിയിൽ പരിചരിച്ച് പോയിന്റുകൾ നേടുന്നത് പവർ ചലഞ്ചിൻ്റെ ഭാഗമാണെന്നുള്ളത് മറക്കാതിരിക്കുക. അപ്പോൾ ബിഗ് ബോസ് പറയാണ്, കാറിൻ്റെ ശബ്ദം, ഹോൺ ഏത് നിമിഷവും കേൾക്കും. അതായത് ഗസ്റ്റ് വരുന്നത് കാറിലാണ് എന്ന് പറയുന്നു. അങ്ങനെ കാറിൻ്റെ ഹോൺ കേൾക്കുന്നു. അപ്പം നോറ ഗായ്സ് 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 എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു. എല്ലാവരും നേരെ ഗാർഡൻ ഏരിയയിലേക്ക് ഓടുന്നു. വീടിൻ്റെ വാതിൽ തുറക്കുന്നു. തൊപ്പിയൊക്കെ വെച്ച് സാബുമൻ നെരപ്പിട ഇങ്ങനെ തോളിലൊരു ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. വീടിനകത്തേക്ക് കാല് കുത്തുകയാണ്. വീട്ടുകാർ ചിരിക്കുന്നു. മനസ്സിൽ അവനെന്തിന് എന്തൊക്കെ നമ്മളെ പറയോ എന്തോ എന്ന് കരുതിയിട്ടാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് ഈ പ്രൊമോയിൽ ഓരോരുത്തരുടെയും ഡ്രസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം സായിയുടെ തലയിൽ റോബോട്ട് പോലെയൊക്കെയുള്ള സാധനമാണ് ഇരിക്കുന്നത്. ഒരു സ്പെഷ്യൽ റോബോട്ട് ഹോട്ടലിലുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാസ്കിൽ. അപ്പോൾ സായിയാണ് റോബോട്ട്. പിന്നെ കിച്ചൺ സെക്ഷൻ, കിച്ചൺ സർവീസ് ശ്രീതുവും അർജുനും ജിൻഡോയും, ഇവർ 3 പേരുമാണ് കിച്ചൺ സർവീസ്. പ്രൊമോയിൽ നിന്ന് മനസ്സിലായ സാധനമാണ്. പിന്നെ ഹൗസ് കീപ്പിംഗ് ശ്രീരേഖ, ജാസ്മിൻ. ഋഷിയും അപ്സരയും ഡാൻസേഴ്സ് ആണെന്ന് തോന്നുന്നു. അവർ രണ്ടുപേരും ഡാൻസ് ചെയ്യാണ്, അത്രേ കാണാൻ പറ്റുന്നുള്ളൂ. ഇനി സാബു വരുന്നത് ആരെ ടാർഗറ്റ് ചെയ്യാനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അറിഞ്ഞത് ഗോ ഫൺ എൻ്റർടൈൻമെൻറ്റ്. ഞാൻ നിങ്ങളോട് ഉച്ചയ്ക്കേ പറഞ്ഞു, വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ, വരുന്നത് ഈ പറയും പോലെ ഇവരുടെ കൂടെ അടി കൂടാനോ സേഫ് ഗമാസിനെ വലിച്ചു കിടന്നോ അങ്ങനെ ഒന്നുമല്ല. ഗസ്റ്റാണ്. നമ്മുടെ രതീഷ് വന്നില്ലേ, അതേ പവർ ഈ പറയുന്ന സാബുവിനും ഉള്ളൂ. അല്ലാതെ ചലഞ്ചർ അല്ല എന്നാണ് അറിയാൻ പറ്റുന്നത്. ഇനി പറയാൻ പറ്റത്തില്ല, ഒരു കുത്തിക്കഴിഞ്ഞാലും തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോഴങ്ങനെയാണ് അറിയുന്നത്. പ്രൊമോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അർദ്ധരാത്രി 12 മണിക്ക് തന്നെ പ്രൊമോ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത അപ്ഡേറ്റും വിശേഷങ്ങളും ലൈവ് അപ്ഡേറ്റും ഒക്കെ ആയിട്ട് വരാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യണം. സാബു ചലഞ്ചർ ആവണമായിരുന്നോ അതോ ഗസ്റ്റ് ആവണമായിരുന്നു എന്നുള്ളത് നിങ്ങൾ പറയണം. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.